പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ മാസത്തിലെ വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സൽക്കർമ്മങ്ങൾക്ക് 70 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുന്ന ഈ പുണ്യമാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ഒരു സൽക്കർമ്മമാണ് സ്വതക്ക. സമൂഹത്തിൽ അശരണരും നിലാരംബരുമായ പാവപ്പെട്ടവരെ സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യത കൂടിയാണ്. മസലുല്ലദീന യുംഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസൽ ഹബ്ബത്തി അംബതത്ത് സബ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിയത്ത് ഹബ്ബ. സൂറത്തുൽ ബഖറ 261. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം വ്യയം ചെയ്യുന്നവൻ്റെ ഉപമ ഒരു ധാന്യമണി പോലെയാണ്. ഓരോ ധാന്യമണിയിലും 7 കതിരുകളും ഓരോ കതിരിലും 100 മണികളും പോലെയാണ്. മാ നഖസത്തു സ്വതക്കത്തു മാ മിൻ മാലി. ദാനം ചെയ്യുന്നവൻ്റെ സമ്പത്ത് ഒരിക്കലും കുറയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. റവാഹ് മുസ്ലിം. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ വളരെയധികം ഉത്തമമായ മാതൃകയുണ്ട്. അതേപോലെ സഹാബാക്കളിലും മാതൃകയുണ്ട്. റമദാൻ മാസമായാൽ പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാറ്റ് വീശുന്നത് പോലെയായിരുന്നു സദക്ക നൽകിയിരുന്നത്. സഹാബാക്കളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും ഉത്തമ മാതൃകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മാതൃകയായിട്ടുള്ളത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന സഹാബി വര്യനാണ്. നുബുവത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ 8ാമനായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന അദ്ദേഹം തൻ്റെ സമ്പത്തിൻ്റെ നല്ലൊരു വിഹിതവും ഇസ്ലാമിലേക്കായി ചെലവഴിച്ചു. ധനാഢ്യനും സമ്പന്നനുമായിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഹിജ്റയിൽ എല്ലാ സമ്പത്തും ഉപേക്ഷിച്ച് വെറും കൈയോടെയാണ് മദീനയിലെത്തിയതിനു ശേഷം തൻ്റെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് അള്ളാഹുവിൻ്റെ ബർക്കത്ത് മുഖാന്തരം അദ്ദേഹം കച്ചവടത്തിൽ അഭിവൃദ്ധിപ്പെടുകയും അന്ന് മുതൽ ഇസ്ലാമിലേക്ക് ധാരാളമായി സംഭാവനകൾ അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ കൊടുങ്കാറ്റു കണക്കെ പൊടിപടലങ്ങൾ ഉയരുകയും ബഹളങ്ങൾ കേൾക്കുകയും ചെയ്യാനിടയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ അനുചരന്മാരോട് എന്താണ് ആ ശബ്ദമെന്ന് ആരായുകയും അത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ കച്ചവട സാമഗ്രികൾ ഷാമിൽ നിന്നും മദീനയിലേക്ക് വന്നതിൻ്റെയാണ് എന്ന് അറിഞ്ഞതിൽ അള്ളാഹുവേ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് നാളെ സ്വർഗത്തിൽ ഇഴഞ്ഞായിരിക്കും പ്രവേശിക്കുക എന്ന് പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഇതറിഞ്ഞ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, നോക്കുക സഹോദരന്മാരെ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളും ബദറുദ്ധത്തിൽ ധീരനായി പങ്കെടുത്ത അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയുകയായിരുന്നു, എനിക്ക് സ്വർഗത്തിൽ ഇഴഞ്ഞുമല്ല നടന്നുമല്ല ഓടിയാണ് കയറേണ്ടത്. അതിന് തടസ്സം എൻ്റെ ഈ സമ്പത്താണെങ്കിൽ എനിക്കിതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് മുഴുവൻ സമ്പാദ്യവും ഇസ്ലാമിലേക്ക് അദ്ദേഹം സദക്ക ചെയ്യുകയാണ് ഉണ്ടായത്.